പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ യേശു. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ
അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകൾ, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങൾ, സംസാരിക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, എഴുതുന്ന രേഖകൾ, എൻ്റെ മക്കൾ ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. എൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിൽ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലരെന്നോട് ചോദിക്കുകയെ, അച്ഛാ ഞാൻ വെള്ളം അടിക്കാനും പോണില്ല, ഒരു തോന്നിയ പോണില്ല, പക്ഷേ എനിക്ക് കരൾ രോഗമാണ്, അത് ഏത് പാവത്തിൻ്റെ ശിക്ഷയാണ്? ഇങ്ങനെയൊക്കെ ആൾക്കാർ വളരെ അടുപ്പമുള്ളവർ ഒക്കെ രോഗങ്ങൾ വരുമ്പോൾ എന്നോട് പണ്ട് ചോദിച്ച ചോദ്യങ്ങളൊക്കെയാണ്. ഇപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ. കാരണം മദ്യപിക്കാത്തവർക്ക് എന്തുകൊണ്ടാണ് കരൾ രോഗം വരുന്നതെന്ന് ഡോക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ വിഷയം അതല്ല. ശരിക്കും നമ്മൾ ഈ വേജ രോഗങ്ങൾ പോലെ തന്നെ നമ്മൾ ചെയ്യാത്ത ചില കുറ്റങ്ങൾ, ചിലർ വന്നിട്ട് എന്നെ പറയാം, വെച്ചാൽ പോസ്കോ കേസൊക്കെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നില്ലേ പോസ്കോ കേസിനെ കുറിച്ച്. പോസ്കോയുടെ ഈ ഇരയുടെ കംപ്ലൈൻറ്റ് മാത്രം പോരാ, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ വളരെ വ്യക്തമായ തെളിവായിട്ട് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടണം. അല്ലാത്ത പക്ഷം തെളിവുകൾ ഹാജരാക്കാൻ. അപ്പോൾ തെളിവുകൾ ഹാജരാക്കണമെന്നുള്ളത് പണ്ട് നേരത്തെ ഇന്നേ വരെ ഇല്ലായിരുന്നു. ഇപ്പോൾ പുതിയ സുപ്രീം കോടതിയുടെ പുതിയ നിരീക്ഷണമാണ് തെളിവുകൾ ഹാജരാക്കണമെന്ന്. അപ്പോൾ ചിലരിങ്ങനെ കള്ളക്കേസിൽ പെടുത്തി, ഇപ്പോൾ അമ്മായി അപ്പനെയൊക്കെ പോസ്കോ കേസിൽ പെടുത്തുകയാണ്. അത് മരുമക്കൾ ചെയ്യേണ്ട പരിപാടിയാണ്. അവർ അങ്ങനെയുള്ളവർ വന്ന് എന്നോട് ചോദിക്കുകയും, ഞാനൊരു തെറ്റ് ചെയ്തില്ല അച്ഛാ, എന്ത് പങ്കപ്പാടാണിതെന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തെറ്റ് ചെയ്യാതെ കുറേ ആരോപണങ്ങളും കുറേ പങ്കപ്പാടുകളൊക്കെ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വരും. ഈ നല്ല വിശ്വാസികളാണെങ്കിൽ ഈശോ എന്താ പറഞ്ഞത്? വ്യാജമായി എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ചുല്ലസിക്കുവിൻ. ആ വചനം എടുത്ത് മത്തായി 5:11-12. മത്തായി 5:11-12. എന്നെ പ്രതി മനുഷ്യർ വേജ ആരോപണങ്ങള്, വേജമായിട്ടുള്ള നമുക്കുണ്ടാകുന്ന ഇപ്പം നമ്മൾ ചെയ്യാത്ത ദുശീലങ്ങൾക്ക് നമുക്ക് ദുശീലം ചെയ്ത ആൾക്കാരുടെ രോഗം തന്നെ ചില ആൾക്കാർക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഐഡിയയും ഇല്ല ഇതെന്ത് എങ്ങനെ വൃത്തിഞ്ഞായിട്ട് ജീവിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ചിന്തിക്കുകയാറുണ്ട്. അപ്പം എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയണവർ ചോദിക്കുന്നവരുണ്ട്. എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചത്? മറ്റുള്ളവർക്ക് അങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുക അങ്ങനെയായിട്ട് ആയതുകൊണ്ടാണ്. ഞാനെന്താ ഇങ്ങനെ സ്വയം വിസ്തരിക്കുന്ന ആൾക്കാരുമുണ്ട്, അതിന് പരോക്ഷമായി ദൈവത്തെയും വിസ്തരിക്കുന്നവരുണ്ട്. നമുക്കൊരു ആധ്യാത്മിക ജീവിതം ദൈവത്തെ ഒരു വിസ്താരത്തിൽ വികസിപ്പിക്കാൻ പറ്റത്തില്ല. ഈശോ എന്നാ ചെയ്യണത്? ഈ എനർജി കൺവേർട്ട് ചെയ്യണമെന്നാണ് ഈശോ പറഞ്ഞത്. അതാണ് അതിനടുത്ത് 5:11 മത്തായി. എന്നെ പ്രതി അത് ഈശോനെ പ്രതിയാക്കണം. നമ്മളെ പ്രതി വന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈശോനെ പ്രതിയാക്കണം.
മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പോൾ ഈ സ്വർഗത്തിലെ പ്രതിഫലം വലുതായിട്ട് നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ വ്യാജാരോപണങ്ങൾ ഉണ്ടാവും. അതായത് ആദ്യം ഉണ്ടാകണത് വ്യാജാരോപണങ്ങളല്ല. ആദ്യം ഉണ്ടാകണത് നിങ്ങൾ ദൈവത്തിന് വിശ്വാസമായത് കാരണം നിങ്ങളുടെ പ്രതിഫലം നിശ്ചയിക്കും ദൈവം. ആ പ്രതിഫലം നിശ്ചയിക്കുമ്പോഴായിരിക്കും നമുക്ക് എക്സ്ട്രാ റെമിറ്റൻസ് കൊടുക്കേണ്ടി വരണത്. എക്സ്ട്രാ റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവിക സഹനങ്ങളിലൂടെ കിട്ടത്തില്ല, അസ്വാഭാവിക സഹനങ്ങളിലൂടെ കിട്ടത്തുള്ളൂ. ഈ അസ്വാഭാവിക സഹനങ്ങൾ വരണത് നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ആരോപണം കേൾക്കുമ്പോഴാണ്. പക്ഷേ അത് നമ്മൾ ക്രിസ്തുവിൻ്റെ പേരിലാക്കിയെടുത്താൽ മാത്രമേ അത് കൃപയായി കൺവേർട്ട് ചെയ്തിട്ട് ഈ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും എന്ന് പറഞ്ഞാൽ ആ വലിയ പ്രതിഫലത്തിന് റെമിറ്റൻസ് കൊടുത്തിട്ട് അത് നമുക്ക് കർത്താവ് നമ്മുടെ പേരിലാകത്തുള്ളത്. അതെന്താ ചോദിച്ചാൽ നമ്മൾ ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾക്കൊരു ആരോപണം വരുന്നു, ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ നിങ്ങൾ ചെയ്യാത്ത ശീലത്തിന് നിങ്ങൾക്ക് രോഗം വരുന്നു, ഇതെല്ലാം വ്യാജങ്ങളാണ്. ഇപ്പോൾ വ്യാജമായ എല്ലാത്തരം എന്ന് പറയുമ്പോൾ എന്ത് തരമായാലും വ്യാജമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് നിങ്ങൾ എന്നെ പ്രതി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പ്രതിയാക്കി കളയണം. നിങ്ങളെ പ്രതി ആകുമ്പോഴാണ് നിങ്ങൾ ക്ഷോഭിക്കണത്, നിങ്ങളെ പ്രതി അല്ലത്. ഇപ്പം കൃപാസനത്തിനെതിരെ 200 പേര് ഒരു ചേട്ടായി ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുത്ത്, ഒരു മന്ത്രി, ജീവിച്ചിരുന്ന മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തിട്ട് കൃപാസനത്തിനെതിരെ അതിലൂടെ ഒരു ആരോപണം ഇട്ട്. അപ്പോൾ അതെല്ലാവരും കയറ്റിപ്പിടിച്ച് അത് വലിയ സമരമായി. ഇവിടെ 200 പേരുടെ ഒരു രാഷ്ട്രീയ സമരം കൊണ്ടായിരുന്നു. ഇത്രയും വലിയ കൃപാസന ചുറ്റും കത്തുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, ഞങ്ങൾ ആ അഖണ്ഡ ജപാലം ചൊല്ലിക്ക് അവിടെ ഇരിക്കും. അതിൻ്റെ കാര്യം എന്താണ്? ഈ ആരോപണങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെയൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വ്യാജമായി എന്തെങ്കിലും വന്നാൽ ഉടനെ നിങ്ങൾ എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നാണ്. പക്ഷേ അതെപ്പോഴും ഓർത്തേക്കണം മക്കൾ. അല്ല, ചെയ്യാത്ത കുറ്റത്തിൽ നമ്മൾ ഇപ്പോൾ ചെയ്യാത്ത കുറ്റത്തിൽ നമ്മൾ ഈ ഭൂമി അങ്ങനെയാണ്, ഈശോയെ പോലും വെറുതെ വിടാഞ്ഞൊരു ഭൂമിയാണെന്ന് ഓർക്കണം. നമ്മൾ എപ്പോഴും ഓർക്കണം. അത് ഈശോയുടെ പേരുള്ള എല്ലാ വ്യാജ ആരോപണങ്ങളില്ലായിരുന്നോ, അത് ഈശോ നമ്മളെ പ്രതിയാണ് അത് ഏറ്റെടുത്തത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന വ്യാജ ആരോപണങ്ങൾ ഈശോയെ പ്രതി ഏറ്റെടുത്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? സ്വർഗത്തിൽ നിങ്ങൾക്കൊരു പ്രതിഫലം വലുതായിരിക്കും. ഞാൻ തിരിച്ചു പറയുകയാണ്, നമ്മളുടെ പ്രതിഫലം, വലിയ പ്രതിഫലം നമുക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ച് കഴിയുമ്പോഴാണ് നമ്മളോട് എക്സ്ട്രാ എമൗണ്ട് അടക്കാൻ പറയണത്. അതാണ് ഈ വ്യാജാരോപണങ്ങൾ. താങ്ക് യു. പേര് ഷൈനി, ഇതെൻ്റെ മോള് അനന്യാസം. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിട്ട് ഈ ആൾത്താരയിൽ എനിക്ക് രണ്ടാമത് ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി മാതാവും യേശുവും കനിഞ്ഞ തന്ന വലിയ കൃപയ്ക്കും അനുഗ്രഹത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഉടമ്പടി എടുത്ത ഡേറ്റ് വന്നിട്ട് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2021 9-ാം മാസമാണ്. ഞാനത് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കാനുള്ള കൃപ തന്നു. അതുപോലെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് മോളുടെ ഒരു സൗഖ്യം കിട്ടിയതിൻ്റെ സാക്ഷ്യം പറയാണ്. പിന്നെ മാതാവ് എപ്പോഴും ഞങ്ങളെ കൂടെയുണ്ട് എന്നുള്ളതും ഇതുവഴി രേഖപ്പെടുത്തുന്നു. എൻ്റെ വീട് വന്നിട്ട് തിരുവനന്തപുരം പാറശാല ആ ഭാഗത്തു നിന്നാണ്. ഞങ്ങൾ MSc കത്തോലിക്കയാണ്. എൻ്റെ മകൾക്ക് 1.5 വയസ്സ് മുതൽ അവൾക്ക് പനിയും കഫക്കെട്ടും വന്നിട്ടുണ്ട്. അവൾ വന്നിട്ട് 1.5 വയസ്സിൽ കഫക്കെട്ടായിരുന്നു. വീടിൻ്റെ അടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. വീട്ടിൽ കൊണ്ടുവന്നു, പിന്നെയും പനി വന്നു, കഫക്കെട്ട് പിന്നെയും കൂടി. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. അവിടെ നിന്ന് പിന്നെയും കുറവുണ്ടായി, വീട്ടിൽ കൊണ്ടുവന്നു, പിന്നെയും പനി വന്നു. അങ്ങനെ പിന്നെ തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് എക്സ്റേ എടുത്തപ്പം പറഞ്ഞു ന്യൂമോണിയയാണ് കുഞ്ഞിന് എന്ന്. അവിടെ അഡ്മിറ്റാക്കി കുറഞ്ഞ് വീട്ടിൽ വന്നപ്പം പിന്നെയും പനി വന്നു.
പിന്നെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഒരു 5-6 മാസം വരെ വേറെ പനി കുഴപ്പമില്ലായിരുന്നു. അസുഖം അങ്ങനെ കുറഞ്ഞിരുന്നു. എനിക്കും ഈ കുഞ്ഞിനെ ഇവയൊക്കെ വലിയ കാര്യമായിട്ട് എന്തോ അസുഖം ഉണ്ടെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മാതാവ് തന്നെ അത് നമുക്ക് തെളിയിച്ച് തന്നിട്ടുണ്ട്. എന്നാലും ഞാനൊക്കെ ഒരു മന്ദബുദ്ധി ആയതുകൊണ്ട് പെട്ടെന്ന് അത് ക്യാച്ച് എടുക്കാനായിട്ട് നമുക്കറിയില്ലായിരുന്നു. പിന്നെ കുഞ്ഞിന് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പിന്നീട് ഉടമ്പടിയിലായിരുന്നാലും ഞാൻ ഇവളുടെ കാര്യം കുഞ്ഞിന് പെട്ടെന്ന് കുറയണം എന്ന് ഉള്ള ഇതിൽ ഉടമ്പടിയിൽ വച്ചിട്ടില്ലായിരുന്നു. ഇവക്ക് ഇടയ്ക്കിടയ്ക്ക് ന്യൂമോണിയ ഇങ്ങനെ വന്നിട്ടുണ്ട്. ന്യൂമോണിയ തന്നെയല്ലോ അങ്ങ് പോകും കഫക്കെട്ട് തന്നെയല്ലോ മാറുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അത് വന്നിട്ട് കൊച്ചിനിപ്പം 8-9 വയസ്സാകാൻ പോകുന്നു. 7-8 പ്രാവശ്യം ഏകദേശം 9 പ്രാവശ്യമെങ്കിലും അവൾക്ക് ന്യൂമോണിയ വന്നിട്ടുണ്ട്. ഇത് പാറശാലയിൽ തന്നെ 5-6 മാസം ആകുമ്പോൾ അഡ്മിറ്റ് ആവും. പിന്നെ കുറയും, പിന്നെയും പെട്ടെന്ന് വരും, പിന്നെയും കുറയും. അവൾക്ക് ഒരു ഇതിലും എനിക്ക് പിന്നീടാണ് കാര്യം അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അസുഖമാവണമല്ലോ എന്നുള്ള ഒരു ചിന്ത എനിക്ക് മനസ്സിലേക്ക് ഓടി വന്നത്. പിന്നെ എന്നാലും ദൈവം എന്നെ അത്ര മാത്രം ശക്തിപ്പെടുത്തുന്നു. എനിക്ക് വന്നിട്ട് ഒരു മോളാണ് ഉള്ളത്. അതുകൊണ്ട് ചേട്ടൻ ഗൾഫിലാണ്. അപ്പോൾ എനിക്ക് ഇവൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെ പിന്നീട് എനിക്ക് ഒരു പേടി പോലെ കൊച്ചിന് എന്ത് പറ്റി എന്താണ് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് പിന്നെ പാറശാല ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കൊച്ചിനെ കൊണ്ട് SATയിൽ കൊണ്ടുപോകുന്നത് എനിക്ക് റെഫർ തരണമെന്ന് പറഞ്ഞ് ഞാൻ കുഞ്ഞിനെ റെഫർ വാങ്ങി നേരെ SATയിൽ കൊണ്ടുപോയി. എൻ്റെ കൂടെ ആരും ഇല്ല യഥാർത്ഥം പറഞ്ഞാൽ കൊണ്ടു വരാനോ ഇവളെ കൂടെ നമ്മളെ കൂടെ നിൽക്കാനോ അഡ്മിറ്റായോ എന്തെങ്കിലും വാങ്ങിത്തരാൻ പോലും ആരുമില്ലായിരുന്നു. SATയിൽ പോയി അവിടെ ഡോക്ടറെ കണ്ടപ്പം തന്നെ അവർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു കഫക്കെട്ട് ഉണ്ട്, ന്യൂമോണിയയാണ് എന്ന് പറഞ്ഞു. അവിടെ അഡ്മിറ്റാക്കിയപ്പോൾ പിറ്റേന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പം കുറഞ്ഞപ്പം ഡോക്ടർ എന്നെ പറഞ്ഞു, സീനിയർ ഡോക്ടർ പറഞ്ഞു ഈ കൊച്ചിന് ഇനി അഥവാ കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും വരുവാണെങ്കിൽ CT എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോഴെടുക്കണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ നോർമലാണല്ലോ, ഇപ്പോൾ വേറെ കുഴപ്പമില്ല, ഈ മരുന്നിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനി CT എടുക്കേണ്ട ആവശ്യമില്ലെന്ന്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു 3-4 മാസമായപ്പം പിന്നെയും കൊച്ചിനെ വയ്യ, കഫക്കെട്ട്, പനി. എന്നാലും എൻ്റെ മനസ്സിൽ ഒരു ടെൻഷനില്ല. കൊച്ചിന് കുറയും, കൊച്ചിന് പനി ഇങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളൂ. ഞാൻ അവിടെ ആശുപത്രിയിൽ പിന്നെയും കൊണ്ടുപോയി. SATയിൽ കൊണ്ടുപോയപ്പം അവിടെ സീനിയർ ഡോക്ടർ എല്ലാവരും ഉണ്ടായിരുന്നു. കൊച്ചിന് പിന്നെയും ഇങ്ങനെ വന്നപ്പം ഒരു ഡോക്ടറല്ല, പെട്ടെന്ന് എല്ലാ ഡോക്ടർമാർക്കും ഒരു കൺഫ്യൂഷൻ, എന്താണ് ഇവർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കാണും എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഞാൻ മാത്രം അവിടെ കൊച്ചിനെ കൊണ്ട് പോണതുകൊണ്ട് എൻ്റെ കൂടെ ഒന്നും കൂടുതലായിട്ടൊന്നും പറയില്ല. എന്നോട് ചോദിക്കും കൂടെ ആരുമില്ലേ എന്ന്. ഞാൻ പറയില്ല, ആരുമില്ല എന്ന്. അപ്പോൾ കൂടുതലൊന്നും പറയില്ല. ഞാനായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കൊച്ചിനെ അഡ്മിറ്റ് ആക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് കരയുകയാണ്. അഡ്മിറ്റ് ആക്കുമ്പോൾ ഇത്രയും ദൂരം SAT വന്നിട്ട് തിരുവനന്തപുരം ഭാഗത്താണ്, എൻ്റെ വീട് വന്നിട്ട് പാറശാല, ആരും ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, ആരും ഇല്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ. ഇവരെല്ലാവരും കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് എൻ്റെ മോക്ക് എന്താണെന്നുള്ള ഒരു ഭയമുണ്ട്. എന്നാലും അതങ്ങ് മാറ്റി. അവർ എൻ്റെ അടുത്ത് അങ്ങനെ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ആശുപത്രിയിൽ അവർ CT എടുക്കാൻ വിട്ടു. അപ്പോൾ CT എടുക്കാൻ സ്കാൻ അവിടെ കൊണ്ടുപോയപ്പോൾ ഡേറ്റ് അവർ നല്ല ലേറ്റാക്കി തന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് CT എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആശുപത്രിയുടെ അകത്ത് തന്നെ ഒരു ലാബ് ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയി CT എടുത്ത് തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് അവർ പറഞ്ഞത്, ആദ്യം പറഞ്ഞല്ലോ എന്തോ ആഹാരം കഴിച്ച് കൊച്ചിന് ശ്വാസകോശത്ത് എന്തോ ഉണ്ട്, ആഹാരത്തിൻ്റെ അംശങ്ങളാണ് ഇരിക്കുന്നത്, ഒരു കടലയുടെ രൂപത്തിൽ എന്തോ അംശം ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എടുത്താൽ അങ്ങ് മാറും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും അറിയില്ല, ഞാനൊരു മന്ദബുദ്ധി ആയതുകൊണ്ട് കൂടുതലായിട്ട് അതിനെ ഒരു വില കൊടുത്തില്ല, അത് കാര്യമായിട്ട് എടുത്തില്ല എന്നാണ് സത്യം. അപ്പോൾ എന്തോ ആഹാരം എടുക്കാം ഇവിടെ എന്തോ ആഹാരം കൊച്ചിലെ എന്തോ എടുത്ത് വിഴുങ്ങിയതാണ് എന്നാണ് പറഞ്ഞത്. കൊച്ചിനെ ഇഴഞ്ഞുകൊണ്ട് നടക്കുന്ന ഭാഗത്ത് ആ സമയത്ത് എന്തോ എടുത്ത് വിഴുങ്ങി അത് ശ്വാസകോശത്ത് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത് ഡോക്ടർ. അപ്പോൾ ഞാനും അത് എടുക്കാം, വേറെ കുഴപ്പമില്ല, അമ്മ വിഷമിക്കേണ്ട, ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അത് ദൈവകൃപയിലങ്ങ് മാറും എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ CT എടുത്തപ്പോൾ അഡ്മിറ്റായിട്ട് അവർ ഇഞ്ചക്ഷനും എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സീനിയർ ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു,
അത് കുഞ്ഞിന് കാര്യമായിട്ട് അസുഖമുണ്ട്, കുഞ്ഞിന് അസുഖമുണ്ട്, കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കണം. അപ്പോൾ എനിക്കൊരു ചെറിയൊരു കത്തലുണ്ട്, എന്താണ് എനിക്ക് എല്ലാം വാങ്ങിക്കൊടുക്കണം എന്താണ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു വേറെ കുഞ്ഞുണ്ടോ, വേറെ മോളുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഇവൾ മാത്രമേ ഉള്ളൂ, വേറെ ആളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഒന്നുമില്ല, എല്ലാം വാങ്ങിക്കൊടുക്ക്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന്. അതിന് ശേഷമാണ് പിന്നെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പെട്ടെന്ന് നിങ്ങളെ പാറശാല ആ ഭാഗത്തേക്ക് എന്നെ വെച്ചാൽ ഇവിടെ ഇൻഫെക്ഷനാവും, കൊച്ചിനെ വെച്ചുകൊണ്ടിരിക്കേണ്ട, നേരെ പാറശാലയിലേക്ക് ഡിസ്ചാർജ് ആക്കി അവിടെ അഡ്മിറ്റാക്കി അവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. അവിടെ നിന്നും എനിക്ക് ടെൻഷനൊന്നുമില്ല, പക്ഷേ ഞാൻ ആഹാരം കഴിക്കില്ല, പക്ഷേ കുളിക്കില്ല, അങ്ങനെയുള്ള ഒരു ടെൻഷൻ. പക്ഷേ മാനസികമായിട്ട് എനിക്ക് ധൈര്യമാണ്, എന്താ വന്നാലും നോക്കാം, വേറെ കുഴപ്പമില്ല. കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു വേറെ കുഴപ്പമില്ല മക്കളെ, നീ ഇത് കഴിച്ചോ എന്ന്, എന്ത് വേണമെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്യും, ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നിട്ടും എൻ്റെ ചേച്ചി എടുത്ത് ഫോൺ വിളിച്ചിട്ട് ചോദിക്കും എൻ്റെ മോൾക്ക് എന്ത് പറ്റി, ഞാൻ ഈ സ്കാനിങ്ങിൻ്റെ ഇതെല്ലാം ഇവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവർ ഡോക്ടറിൻ്റെ അടുത്ത് അവർ പറയും വേറെ ഒന്നുമില്ല, പ്രാർത്ഥിയിരെന്ന് പറയും. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ ഇവളെ കൊണ്ട് നേരെ വേറെ ആശുപത്രി അവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് അവിടെ നേരെ എൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാ ഇഞ്ചക്ഷനും എല്ലാം എടുത്തതിന് ശേഷം ഒരു എക്സ്റേ കൂടെ എടുത്ത് നേരെ SITയിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് അവിടെ നിന്ന് ഇഞ്ചക്ഷനെല്ലാം പൂർത്തിയാക്കിയിട്ട് എക്സ്റേ എടുത്ത് തിരിച്ച് കൊണ്ടുപോയി. അത് കടലയുടെ രൂപം അന്ന് വരെ തെളിയാത്ത അത് അല്പം കൂടെ എക്സ്റേയിൽ അല്പം കൂടെ ക്ലിയറായിട്ട് അത് തെളിഞ്ഞ് കാണുകയും അത് തിരിച്ച് കൊണ്ടു കൊടുത്തപ്പം എല്ലാ ഡോക്ടർമാർക്കും കൂടുതൽ ബോധ്യമായി എന്തോ അവൾക്ക് അസുഖമുണ്ട് എന്തെങ്കിലും. അപ്പം എനിക്കും വേറെ എൻ്റെ അടുത്ത് പറയാണ് വേറെ പ്രശ്നമില്ല എന്ന് പറയും. അപ്പം ഞാൻ വിചാരിക്കും ശരി കുഴപ്പമില്ലല്ലോ, അല്ലേ മാതാവ് കൂടെയുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഡിസ്ചാർജ് ആക്കി എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം ബ്രോങ്കോസ്കോപ്പി അവൾക്ക് ചെയ്യേണ്ടി വരും, അതുകൂടെ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ ഡേറ്റ് ഇല്ല, അതുകൊണ്ട് ഡിസ്ചാർജായി പോയിട്ട് വേറൊരു ദിവസം വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചിൻ്റെ കാര്യം പിന്നീടാണ് നിയോഗമായിട്ട് അസുഖം മാറണം എന്ന് ഞാൻ വച്ചിരുന്നത്. അപ്പോൾ കൊച്ചിനെ കൊണ്ട് ഞാൻ ഇനിയും ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ചോദിച്ചു കൂടെ വരുന്നുണ്ടോ എന്ന്. അപ്പോഴാരും ഇല്ല, കൂടെ വരാൻ ആരുമില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് വരാൻ അല്പം പേടിയുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ ഈ കൊച്ചിനിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ചേട്ടൻ്റെ അമ്മയും അങ്ങനെ വിടൂല. എൻ്റെ വീട്ടിൽ അവരും പറഞ്ഞു കൊച്ചിന് വയ്യാത്തല്ലേ അങ്ങനെ പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതില്ല, എൻ്റെ അമ്മ എനിക്ക് തന്ന കുഞ്ഞാണ്. കാരണം കുഞ്ഞിനെ വയറ്റിലാകുമ്പോൾ മുതൽ ഞാൻ ദൈവത്തിന് മാതാവിൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് ഒരു കുഞ്ഞെങ്കിലും എനിക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ മാതാവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് കിട്ടിയ മോളാണ് ഇവള്. അതുകൊണ്ട് മാതാവ് കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് പേടി എന്നുള്ള സംഭവം എനിക്ക് അപ്പോഴില്ലായിരുന്നു. എങ്ങനെയെങ്കിലും മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കുക, അച്ഛനെ കാണണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനെ അന്ന് രാത്രിയിൽ ഇവിടെ വന്നു. ഒരു രാത്രി വെളുപ്പാങ്കാലം 1:10 ഇവിടെ എത്തിയപ്പം സെക്യൂരിറ്റിക്കാരുണ്ടായിരുന്നു, അവരൊക്കെ ഗേറ്റ് തുറന്നു വന്ന്. അന്നിവിടെ പണിയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കിടന്നു. പിറ്റേന്ന് രാവിലെ വന്നു ഉടമ്പടി പുതുക്കിയിട്ട് ഞാനങ്ങ് പോയിട്ട് അവിടെ ബ്രോങ്കോസ്കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പുതുക്കിയതിന് ശേഷം തന്നെ പോയപ്പം മാതാവിൻ്റെ അടുത്ത് ഞാൻ പറയുന്നു, മാതാവേ നീ വരണേ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, എനിക്കൊരു പേടിയുണ്ട് പിന്നീട് മനസ്സിൽ. അതുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവിൻ്റെ കൂടെ ഉണ്ടാവണേ, എനിക്ക് വേറെ ആരുമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അതിന് മുമ്പായിട്ട് ഇവർക്ക് പനി ഇടയ്ക്ക് ഡിസ്ചാർജ് ആയതിന് ശേഷവും പിന്നെ പനി വന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കൂടുതൽ ജപമാല പറയും. ഒരു ദിവസം ഇവൾ കിടന്ന് ഉറങ്ങിയപ്പോൾ നല്ല പനി. അപ്പോൾ ഞാൻ ഇവൾക്ക് ഗുളിക കൊടുത്തിട്ട് മാതാവിൻ്റെ ഉപ്പുമൊക്കെ എടുത്ത് കൊടുത്ത് ഇവളെ എണ്ണയും നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് ഇവളടുത്തിരുന്ന് ഞാൻ ജപമാല പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ജപമാല പറഞ്ഞു, 2 ജപമാല പറഞ്ഞു. 3-ാമത്തെ ജപമാലയിൽ എന്നോട് സംസാരിക്കണേ,
നിന്നെ മറക്കൂല, ഷൈനി നിന്നെ മറക്കൂല. അങ്ങനെ 2 പ്രാവശ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് തന്നെയാണ് ഇത് സംസാരിക്കുന്നതെന്ന്. അപ്പോഴേ ഞാനും മനസ്സുകൊണ്ട് വിചാരിച്ചു, ഞാൻ ഈ ജപമാലയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ അമ്മ, ഞാൻ മരിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പറ്റും, എനിക്ക് നിത്യത്തിൽ അമ്മയെ യേശുപ്പയെ അടുത്ത് പോകാൻ പറ്റുമെന്നാണ് ഞാൻ കരുതിയത്. എന്നിട്ടും എനിക്ക് ഈ ചിന്ത വരുന്നില്ല, മോളുടെ കൂടെ മോൾക്ക് ഇങ്ങനെയുള്ളൊരു അസുഖത്തിന് കൂടെ നിൽക്കുമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലേക്ക് വരുന്നില്ല. എന്നാലും ഞാൻ അത് കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ആശുപത്രി കൊണ്ടുപോയിട്ട് പിന്നീട് ഞാൻ ഇവിടെ ബ്രോങ്കോസ്കോപ്പി ചെയ്യേണ്ടതിൻ്റെ അന്ന് രാവിലെ ആശുപത്രി കൊണ്ടുപോയി. എല്ലാവരും വന്നു. എല്ലാവരും സാക്ഷ്യത്തിൽ കേൾക്കും പോലെ ഞാനും പറഞ്ഞു, മാതാവേ നീ വരുവാണെങ്കിൽ ഒരു ഗ്രേ കളറിട്ട ഒരു ഡ്രസ്സിട്ട ഏതെങ്കിലും ഒരാൾ വരണേ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വന്നതിൽ ഭൂരിഭാഗം ഡോക്ടർമാരും ഒരു 3 ഡോക്ടർമാരുണ്ടായിരുന്നു. 3 ഡോക്ടർമാരും ഗ്രേ കളറായിരുന്നു ഡ്രസ്സ്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് കൂടെ ഉണ്ടെന്ന്. ഇവളെ ബ്രോങ്കോസ്കോപ്പിക്ക് കയറ്റി. പക്ഷേ പുറത്തിരുന്ന് ഞാൻ പൊട്ടിക്കരയായിരുന്നു. കരയല്ല, പക്ഷേ കരയും മാത്രമല്ല, ജപമാല പറയണോ എനിക്ക് പുറത്തിരുന്നിട്ട് എന്തെന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല, എന്താണ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ ജപമാല എടുത്തിട്ട് ഞാൻ പറയണം, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയെന്ന് അത്രയും തന്നെ പറഞ്ഞ് ഞാനിരിക്കുകയായിരുന്നു. ഞാൻ പൊട്ടിക്കരയായിരുന്നു അവിടെ ഇരുന്നുണ്ട്. അപ്പോഴേ എല്ലാവരും ഈ NICയിൽ കിടന്ന ആൾക്കാർ മദറൊക്കെ വന്നിട്ട് പറഞ്ഞു, എല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, പേടിക്കണ്ട, അവൾക്ക് ഒരു കുഴപ്പവുമില്ല, ധൈര്യമായിട്ടിരിക്കുക, ഇതുപോലെ ആൾക്കാരൊക്കെ വരും, വേറെ കുഴപ്പമില്ല. ഇവളുടെ സൗണ്ട് ബ്രോങ്കോസ്കോപ്പി ചെയ്യുമ്പോൾ ഞങ്ങളെ പുറത്താക്കും. അമ്മയും അത്രയും നേരം വരെ എന്നെ അവളടുത്ത് നിർത്തിയിട്ട് ആ സമയമാകുമ്പോൾ നമ്മളെ പുറത്താക്കിയപ്പോൾ അവളുടെ സൗണ്ട്, അവളുടെ കരച്ചിൽ കുറച്ച് കേട്ടപ്പോൾ മുതൽ എനിക്ക് കൂടുതൽ ടെൻഷനായി. എന്നിട്ട് പുറത്ത് ഇവളെ കൊണ്ടുവന്നതിന് ശേഷം ഡോക്ടർമാർ അതിന് മുമ്പായിട്ട് ഒരു സിസ്റ്റർ ഓടി വന്നിട്ട് പറഞ്ഞ്, എന്തിനാ നീ പേടിക്കുന്നത്, നമ്മൾ വിളിക്കുന്ന ജീവനുള്ള ദൈവത്തെയല്ലേ, പേടിക്കേണ്ട, ധൈര്യമായിരിക്കും, അവൾക്കൊന്നുമില്ലയെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ സന്തോഷം തന്നെ തോന്നിയത്. എന്നിട്ട് ഡോക്ടർമാരോട് എൻ്റെ അടുത്ത് പറഞ്ഞ്, എന്തിന് കരയുന്നത്, അവർക്ക് യാതൊരു കുഴപ്പമില്ല, അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് അവർ തന്നു, എല്ലാം നോർമൽ എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ എൻ്റെ കയ്യിലുണ്ട്. അത് ബ്രോങ്കോസ്കോപ്പി ചെയ്തിട്ട് അവർ എൻ്റെ ഡോക്ടർമാർ എല്ലാവരും വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കും പോലെ അവളുടെ ശ്വാസകോശത്ത് ഒരു കടലപോയിലിരിക്കുന്ന ഒരു സിസ്റ്റ് അവിടെ ആ ഭാഗത്തില്ല, എല്ലാം നോർമലെന്ന് ഇത് പേപ്പറിൽ എഴുതി എനിക്ക് തരികയും ചെയ്തു. വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ ബ്രോങ്കോസ്കോപ്പി ചെയ്ത് എൻ്റെ ചെറിയൊരു അവൾക്ക് മിനിമം ഇഷ്ടം ഉണ്ടാവും. അവളെ മയക്കിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ അത് എണീറ്റിട്ട് പിറ്റേന്ന് തന്നെ ഒരു എക്സ്റേ എടുത്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് തന്നെ രാവിലെ തന്നെ ഒരു എക്സ്റേ എടുത്തു. അതിൽ യാതൊരു കുഴപ്പമില്ല, ഒരു കടലയുടെ ഒരു ഭാഗവും ഇല്ല, ഒരു സിസ്റ്റും ഇല്ല. ദൈവം വലിയ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ. കാരണം വെച്ചാൽ എനിക്ക് വേറെ ആരുമില്ല എൻ്റെ ജീവിതത്തിൽ തന്നെ. അത് മാതാവിനും ഉണ്ണീശയ്ക്കുമൊക്കെ അറിയാം. ഞാൻ എൻ്റെ അമ്മയെ പോലെയും ഉണ്ണീശയെ എൻ്റെ ഒരു മോനെ പോലെയൊക്കെയാണ് ഞാൻ കരുതിയിരിക്കുന്നത്. കാരണം വെച്ചാൽ ഉണ്ണീശയെ ഞാൻ അങ്ങനെയാണ് കരുതിയത്. ഉണ്ണീശയെ ഞാൻ പറയും, ഉണ്ണീശയെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ, എൻ്റെ കൂടെ ഉണ്ടാവണേ ഉണ്ണീശയോ, നീ എൻ്റെ കൂടെ ഉണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ ഇതുപോലെ വലിയ അത്ഭുതങ്ങൾ തന്നെ എൻ്റെ ജീവിതത്തിൽ പല സമയത്തും നടന്നിട്ടുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നപ്പം പിന്നെയും കൊച്ചിനെ ചെറിയൊരു പനി പോലെ വന്നു. അതുകൊണ്ട് പിന്നെ അന്ന് സാക്ഷ്യം പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ഉടമ്പടി പുതുക്കിയിട്ട് ജോസഫ് അച്ഛനെ കണ്ടു. ജോസഫ് അച്ഛനെ കണ്ടതിന് ശേഷം അച്ഛൻ അവളുടെ തൊട്ടിട്ട് പറഞ്ഞ്, വേറെ ഒന്നും പറഞ്ഞില്ല, ചിരിക്കുകയാണ് ചെയ്തത്. പിറ്റേന്ന് അവളെയും ബ്ലെസ്സിങ് ചെയ്തു, എന്നെയും ബ്ലെസ് ചെയ്തു. ഞാൻ വീട്ടിൽ പോയി. 1 മാസം കഴിഞ്ഞപ്പം എൻ്റെ പച്ച മെഴുകുതിരിയിൽ ഒരു ഹാർട്ടിൻ്റെ രൂപം, അതിൽ വന്നിട്ട് 3, 4, 5 ഡേറ്റുകൾ ഇങ്ങനെ കാണുന്നു. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് ഇതെന്താണോന്നോ എനിക്കറിയില്ലല്ലോ. അന്നും ആ സമയത്തും കൊച്ചിന് ശ്വാസമുട്ടലുണ്ടായിരുന്നു, അലർജി രോഗം പോലെ അവൾക്ക് ചെറിയ ചുമ കഫം അങ്ങനെയുള്ളതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ആ 3 എന്ന് പറഞ്ഞ ഡേറ്റ് ആയപ്പം പുതിയതായിട്ട് ഞാൻ മരുന്ന് വാങ്ങി. ഇവക്ക് ശ്വാസമുട്ടലിന് ആവി പിടിക്കാൻ വേണ്ടിയുള്ള മരുന്നും പനിക്കുള്ള മരുന്നും എല്ലാം വന്ന്
എനിക്ക് അന്ന് ഞാൻ നോക്കിയപ്പം ഇവർക്ക് വേറെ കുഴപ്പമില്ലല്ലോ, എന്തിന് ഞാനിങ്ങനെ ആവി പിടിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ പിന്നെ അവൾക്ക് ആവി പിടിച്ചില്ല. അന്ന് ഞാൻ ആ മരുന്ന് പൊട്ടിക്കുകയോ പറക്കുകയോ ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഈ കൊച്ചിന് ശ്വാസം മുട്ടലിൻ്റെ ഇത് മരുന്ന് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇൻഹേലർ ഉപയോഗിക്കുമായിരുന്നു, അതെല്ലാം നിർത്തി തന്നു. ഇതിൽ ഒരു വലിയ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടത്തിയതിന് പരിശുദ്ധ യേശുവിനും അമ്മയ്ക്കും കോടാക്കോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തി വന്നിട്ട് ഞാൻ ചോറ് എല്ലാ ആഴ്ചയിലും ഒരു പൊതി ചോറെങ്കിലും ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കും. അതുപോലെ ഒരു മാസത്തിൽ 5 പേർക്ക് ആശുപത്രിയിൽ 5 പേർക്ക് ഞാൻ ഫുഡ് തയ്യാറാക്കി കൊടുക്കും. പിന്നെ എനിക്കൊരു വണ്ടിയുണ്ട്. ഞാൻ എവിടെ പോയെന്നാലും ആരെങ്കിലും വയസ്സായ ആൾക്കാർ ഏതെങ്കിലും ആൾക്കാർ ഇങ്ങനെ നടന്നു പോവുക കണ്ടാൽ അവരുടെ അടുത്ത് ചോദിക്കും വരുന്നുണ്ടോ, നമ്മൾ അവിടെ വരെ പോകുന്നുണ്ട്, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ കയറാൻ പറയും. അങ്ങനെ കയറി എത്ര പേര് അങ്ങനെ പറയും. വയസ്സായ ആൾക്കാർ മക്കളെ നിനക്ക് എങ്ങനെ തോന്നി? ഞാൻ പറഞ്ഞു എൻ്റെ ദൈവം ഞാൻ പറഞ്ഞു, ഞാനത് നിർത്തി അമ്മയെ കയറ്റിയെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ യേശുവിൻ്റെ നാമത്തിലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയി SATയിൽ അപ്പോഴും അഡ്മിറ്റായിരുന്നു. ഏകദേശം ഒരു 1.5 മാസം വരെ അഡ്മിറ്റായിരുന്നപ്പോൾ ആ സമയത്ത് SATയിൽ ആശുപത്രിയിൽ ആൾക്കാർ ചോറ് വാങ്ങിക്കാൻ ക്യൂവിൽ നിൽക്കുമ്പോൾ അവിടെ കൊണ്ടു കൊടുക്കും. പിന്നെ ഓട്ടോ സ്റ്റാൻഡിൽ പിന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ടു കൊടുക്കും. പിന്നെ എന്നാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. ഈശോയ്ക്ക് അമ്മയ്ക്കും കോടാക്കോടി നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യം നിർത്തുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. യേശു പത്രോസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. ഷൈനി എന്ന ഈ അമ്മ തൻ്റെ മകൾക്ക് വേണ്ടിയാണ് പ്രത്യക്ഷീകരണ സാക്ഷിയായി അൾത്താരയിൽ കയറി വന്നതെന്ന് ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നത്. മകൾക്ക് 9 തവണ ന്യൂമോണിയ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഇതെന്തുകൊണ്ടാണ് വീണ്ടും ഈ പനി വരുന്നതെന്നറിയാതെ വളരെ സങ്കടപ്പെട്ട ഒരവസ്ഥയിൽ തനിക്കിവിടെ വരാനും വളരെ ദൂരത്ത് നിന്ന് വന്നു പോകാനുള്ള പല തടസ്സങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും ഉടമ്പടി പുതുക്കിയാൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുമെന്നുള്ളൊരു വലിയ ആത്മധൈര്യമായിരുന്നു ഉടമ്പടി ഉറച്ചു വിശ്വസിക്കാനുള്ള ഈ മകൾക്ക് ബോധ്യം ലഭിച്ചത്. ഷൈനി തന്നെ പല പ്രാവശ്യം പറയുന്നു, ഞാനൊരു മന്ദബുദ്ധിയാണ്, അതുകൊണ്ട് എനിക്ക് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ബുദ്ധിയും നല്ല ആത്മധൈര്യവുമുള്ളവർ മാത്രമേ ഉടമ്പടി എടുക്കാവൂ എന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ കാരണം അതൊരു ജീവിത രീതിയാണ്. ഈ അമ്മയ്ക്ക് അത് കൃത്യമായി പാലിക്കാൻ സാധിക്കുന്നതിൻ്റെയും ഈശോയെ സ്നേഹിക്കുവാനും പരിശുദ്ധ അമ്മ നൽകുന്ന മാർഗദർശനങ്ങൾ കൃത്യമായി പാലിക്കുവാനും സാധിക്കുന്നത് ഒരു ബുദ്ധിയുള്ള വ്യക്തിയായതുകൊണ്ടാണെന്ന്, ബോധ്യങ്ങളുള്ള ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഷൈനിക്ക് അത് സാധ്യമായതെന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കാം. ഇവർ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളിലൂടെ കടന്നുപോയെങ്കിലും രോഗം എന്തുകൊണ്ടാണ് ഈ പനി മാറാത്തത് എന്ന് കണ്ടുപിടിക്കാനായിരുന്നില്ല. ഉടമ്പടി പുതുക്കിയപ്പോഴാണ് ഈ മകൾക്ക് വലിയ ദർശനങ്ങളിലൂടെയും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകിക്കൊണ്ട് ഈ അമ്മയോട് തന്നെ പരിശുദ്ധ അമ്മ സംസാരിച്ചു, ഷൈനി ഞാൻ നിന്നെ മറക്കുകയില്ല. ഇപ്പോൾ ഷൈനിക്ക് ചിന്തിച്ചത്, ഇനി എൻ്റെ ഈ ലോകജീവിതം അവസാനിക്കാറായി, ഞാൻ വളരെ കൃത്യമായി ഉടമ്പടി പാലിച്ചതുകൊണ്ട് എനിക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായി എന്നാണ് ഈ മകൾക്ക് തോന്നിയത്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിന് നൽകിയ ഈ കുഞ്ഞിനെ ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ ജീവൻ നൽകി അനുഗ്രഹിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. തിരിയിലൂടെ മകൾക്ക് 3 എന്ന ഡേറ്റ് കാണിക്കുകയും വളരെ കൃത്യമായി ബ്രോങ്കോസ്കോപ്പിയിലേക്ക് ടെസ്റ്റിലേക്ക് കടന്നു ചെന്നപ്പോൾ വളരെ ചെറുപ്പത്തിലുണ്ടായ ഒരു ഇഴഞ്ഞു നടക്കുന്ന പ്രായത്തിലുണ്ടായ മകളുടെ ശ്വാസകോശത്തിൻ്റെ തടസ്സം അവിടെ ഒരു കടല പോലെ എന്തോ ഉള്ളൊരു മാംസപിണ്ഡം അവിടെ ഇല്ലാതായി, അവിടെ കാണുന്നില്ല എന്നൊരു വലിയ റിപ്പോർട്ട് മകൾക്ക് വളരെ സന്തോഷത്തോടെ ഡോക്ടേഴ്സ് തിരിച്ചു നൽകിയത്. അതിനുള്ള എല്ലാ സാമീപ്യവും ഗ്രേ കളറിലുള്ള പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകി സ്വപ്ന ദർശനങ്ങളിലൂടെയും സംസാരത്തിലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെയും എല്ലാം പരിശുദ്ധ അമ്മ വളരെയധികം കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്നു.
ഷൈനിക്ക് ലഭിച്ച ഒരു വലിയ സാക്ഷ്യത്തിന് നമുക്ക് ഇതിനെ തരംതിരിക്കുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടി പുതുക്കിയപ്പോഴാണ്. ഈ മകൾ ഈശോയെ കൈവിട്ടു പോവുകയില്ല എന്നുള്ള വലിയ ഒരു ഉറപ്പ്, ബോധ്യം പരിശുദ്ധ അമ്മയ്ക്ക് നൽകുമ്പോഴാണ് നമ്മുടെ ആ ഗ്രീൻ സിഗ്നൽ നൽകിക്കൊണ്ട് ഈശോയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ കൈമാറുന്നത്. ഇവിടെയാണ് ഷൈനിയുടെ മകൾക്കുള്ള സൗഖ്യം നൽകിയതും വളരെ പൂർണ്ണ ആരോഗ്യവതിയായി മെഡിക്കൽ റിപ്പോർട്ടോടുകൂടി ഈ വേദിയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വന്നുകൊണ്ട് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയുന്നത്. നമ്മുടെ എല്ലാ രോഗാവസ്ഥയെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. എത്ര തന്നെ ജീവിതഭാരം ആയിട്ട് നമ്മളിവിടെ കടന്നു വന്നാലും പരിശുദ്ധ അമ്മ നമ്മെ കൈവിടുകയില്ല. നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മ ഏറ്റെടുത്തുകൊണ്ട് ഉടമ്പടിയിലൂടെ നമ്മെ ഈശോയിലേക്ക് അടുപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഈശോ ഷൈനിയുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്